കുറച്ചുനേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ബ്രാഹ്മണന് മനസ്സിലായി വന്നിരിക്കുന്നത് പ്രസിദ്ധനായ വരരുചിയാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്യണമെന്ന് ബ്രാഹ്മണൻ മനസ്സിലുറപ്പിച്ചു. അതിനായി ബ്രാഹ്മണൻ വീടിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: "മകളെ പഞ്ചമി, ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധനായ വരരുചി തിരുമേനിയാണ്. അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്യുക, കൂടാതെ ഭക്ഷണവും തയ്യാറാക്കുക." ഇത് കേട്ട പഞ്ചമി "ശരി അച്ഛാ" എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പഞ്ചമിയുടെ ശബ്ദം വരരുചിയെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആയതിനാൽ ബ്രാഹ്മണന്റെ പുത്രിയുടെ ബുദ്ധി അളക്കുവാനായി വരരുചി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു: "എനിക്ക് 5 ആവശ്യങ്ങളുണ്ട്." ഇത് കേട്ട ബ്രാഹ്മണൻ പറഞ്ഞു: "എന്തെല്ലാമാണ് അങ്ങയുടെ 5 ആവശ്യങ്ങൾ?" അപ്പോൾ വരരുചി പറഞ്ഞു: "ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുളിക്കും. കുളി കഴിഞ്ഞാലുടൻ എനിക്ക് ധരിക്കുവാൻ വീരാളിപ്പട്ട് വേണം. എനിക്ക് മുൻപ് 100 പേർക്കെങ്കിലും ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ കഴിക്കുവാനിരിക്കുകയുള്ളൂ. മാത്രമല്ല 101 കൂട്ടം കറികളുള്ള ഒരു വിഭവസമൃദ്ധമായ ഊണ് തന്നെ എനിക്ക് വേണം. ഊണ് കഴിഞ്ഞാലുടൻ എനിക്ക് 3 പേരെ കഴിക്കണം. അതിനുശേഷം ഞാൻ വിശ്രമിക്കുവാൻ കിടക്കുന്ന നേരം എന്നെ 4 പേര് കൂടി ചുമക്കുകയും വേണം." ഇതെല്ലാം കേട്ട ബ്രാഹ്മണൻ വല്ലാതെ അമ്പരന്നു പോയിരുന്നു. എന്നാൽ വാതിൽക്കൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു നിന്ന മകൾ പഞ്ചമി പറഞ്ഞു: "അച്ഛാ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഇച്ഛകളെല്ലാം ഒരു കുറവുകളും കൂടാതെ പരിഹരിക്കാമെന്ന്." ബുദ്ധിമതിയായ തൻ്റെ മകളിൽ ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നതിനാൽ ബ്രാഹ്മണൻ ആശ്വസിച്ചു. വരരുചി കുളി കഴിഞ്ഞ് വന്നയുടനെ ബ്രാഹ്മണൻ അസ്വസ്ഥനായി. തൻ്റെ മകൾ എന്ത് പരിഹാരമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് അറിയാതെ. അതേസമയം അകത്തു നിന്നും പഞ്ചമി വിളിച്ചു പറഞ്ഞു: "അച്ഛാ, ചീന്തൽ കോണകം ശരിയാക്കി വച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് നൽകിയാലും വീരാളിപ്പട്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ്." അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു: "100 പേർക്കുള്ള ഭക്ഷണമോ?" പഞ്ചമി പറഞ്ഞു: "വൈശ്യം കഴിക്കുവാനുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈശ്യം എന്ന പൂജ കഴിയുമ്പോൾ 100 ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ഫലം ലഭിക്കുന്നതാണ്." വരരുചി പൂജ കഴിഞ്ഞ് തിരികെ എത്തി. അപ്പോൾ തന്നെ പഞ്ചമി അദ്ദേഹത്തിന് മുൻപിൽ ഇലയിട്ടുകൊണ്ട് ഇലയിൽ ഇഞ്ചിത്തൈര് മാത്രം വിളമ്പി. അത്ഭുതപ്പെട്ടു നിന്ന ബ്രാഹ്മണനോട് പഞ്ചമി പറഞ്ഞു: "ഇഞ്ചി 101 കൂട്ടം കറികളുടെ ഫലം ചെയ്യുമെന്നാണ് പ്രമാണം." ബ്രാഹ്മണന് സന്തോഷമായി. ഊണ് കഴിഞ്ഞ ശേഷം വരരുചി പറഞ്ഞു: "എനിക്ക് 3 പേരെ കഴിക്കണം." ഇത് കേട്ട പഞ്ചമി അദ്ദേഹത്തിന് വെറ്റിലച്ചെല്ലം എടുത്തുകൊടുത്തു. അവൾ അച്ഛനോട് പറഞ്ഞു: "വെറ്റിലയും അടക്കയും പുകലയും കൂട്ടി മുറുക്കണമെന്നാണ് 3 പേരെ കഴിക്കണമെന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്." എന്നാൽ പുറത്തേക്ക് പുറപ്പെടുവാൻ ഇറങ്ങുന്ന ബ്രാഹ്മണനെ കണ്ട് പഞ്ചമി ചോദിച്ചു: "അച്ഛൻ ഇത്ര തിടുക്കപ്പെട്ട് എങ്ങോട്ടാണ്?" ബ്രാഹ്മണൻ പറഞ്ഞു: "പഞ്ചമി, അദ്ദേഹത്തിന് വിശ്രമിക്കുവാനായി 4 പേർ ചുമക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനായി ഏതെങ്കിലും 4 പേരെ കണ്ടെത്തുവാനാണ് നാം പുറപ്പെടുന്നതെന്ന്." ഇത് കേട്ട പഞ്ചമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "അദ്ദേഹത്തിന് വിശ്രമിക്കുവാനായി അകത്ത് കട്ടിലിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് 4 കാലുകളുള്ള കട്ടിൽ കിടക്കാൻ വേണമെന്നാണ് ഉദ്ദേശിച്ചത്. കട്ടിലിൻ്റെ 4 കാലുകളെയാണ് അദ്ദേഹം 4 ആളുകളായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്." ഇതെല്ലാം കേട്ട വരരുചിക്ക് പഞ്ചമിയുടെ ബുദ്ധിശക്തിയിൽ അത്ഭുതവും മതിപ്പും തോന്നി. അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിച്ചു: "വിരോധമില്ലെങ്കിൽ അങ്ങയുടെ മകളെ ഞാൻ വിവാഹം ചെയ്തോട്ടെ എന്ന്." ഇത് കേട്ട ബ്രാഹ്മണൻ അമ്പരന്ന് നിന്നു. മഹാപണ്ഡിതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ വരരുചിയാണ് തൻ്റെ മകളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര വലിയ മഹാഭാഗ്യം തങ്ങളെ തേടി എത്തിയല്ലോ എന്നോർത്ത് ബ്രാഹ്മണൻ സന്തുഷ്ടനായി. ഈ കാര്യം ബ്രാഹ്മണൻ പഞ്ചമിയെ അറിയിക്കുന്നു. അവളുടെ അഭിപ്രായം തിരക്കി. മഹാശ്രേഷ്ഠനും പണ്ഡിതനുമായ വരരുചിയെ വിവാഹം കഴിക്കുവാൻ പഞ്ചമി സന്തോഷപൂർവ്വം സമ്മതമറിയിച്ചു. അങ്ങനെ ഇരുവരും വിവാഹിതരായി. 2 ദിവസത്തിനു ശേഷം വരരുചി ഭാര്യയായ പഞ്ചമിയോട് തൻ്റെ ദേശാടനം ആരംഭിക്കുവാൻ പോവുകയാണെന്നും തൻ്റെ കൂടെ പുറപ്പെടുവാൻ ഒരുങ്ങിക്കോളാനും അറിയിച്ചു. അങ്ങനെ പുറപ്പെടുന്നതിനു മുൻപായി
പഞ്ചമി തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വരരുചിയുടെ കൂടെ പുറപ്പെട്ടു. യാത്ര ആരംഭിച്ച് കുറേ ദൂരം താണ്ടിയതിനു ശേഷം ഇരുവരും ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുവാനിരുന്നു. തൻ്റെ മടിയിൽ തലവച്ചുറങ്ങുന്ന ഭാര്യയെ അല്പനേരം അനുകമ്പയോടെ വരരുചി വീക്ഷിച്ചു. പെട്ടെന്നാണ് വരരുചി അത് ശ്രദ്ധിച്ചത്. പഞ്ചമിയുടെ നെറ്റിയിൽ തീപ്പൊള്ളലേറ്റ പോലെ ഒരു പാട്. വരരുചി ആ പാടിനെ കുറിച്ചുള്ള കാര്യം പഞ്ചമിയോട് അന്വേഷിച്ചു. അന്നേരം പഞ്ചമി പറഞ്ഞു, പണ്ട് ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇരുവരും ചേർന്ന് വെള്ളമെടുക്കുവാനായി പുഴക്കരയിലേക്ക് പോയി. ആ സമയം അകലെ നിന്ന് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ 3-4 ദിവസം മാത്രം പ്രായം വരുന്ന ഒരു പെൺകുഞ്ഞിനെ അവർ കണ്ടു. ആ ചങ്ങാടം അവരുടെ അടുത്തേക്ക് വന്ന് കരക്കടിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാതെയിരുന്ന ഇരുവർക്കും ദൈവം കൊടുത്ത സമ്മാനമായി കണ്ട് അവർ ആ പെൺകുഞ്ഞിനെ എടുത്തു വളർത്തി. അന്നത്തെ ആ പെൺകുട്ടിയാണ് ഞാൻ. അന്ന് ആ തീപ്പന്തത്തിൽ നിന്നും ഇറ്റിറ്റു വീണ തീപ്പൊരിയാണ് എൻ്റെ നെറ്റിയിലെ ഈ പാടിന് കാരണമെന്നും പഞ്ചമി പറഞ്ഞു. ഇത് കേട്ട് കുറേ നേരം വരരുചി സ്തബ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ മ്ലാനതയും ദുഃഖവും കണ്ട് പഞ്ചമി കാര്യം തിരക്കി. എന്നാൽ വരരുചിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പഞ്ചമി, വിധിയെ തടുക്കുവാൻ ഒരു രീതിയിലും നിസാരനായ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല എന്ന്. സമയോചിതമല്ലാതിരുന്ന ആ ഉത്തരത്തിൻ്റെ അർത്ഥം പഞ്ചമി തിരക്കി. അപ്പോൾ വരരുചി പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പഞ്ചമിയെ അറിയിച്ചു. ഇതു കേട്ട പഞ്ചമി നടുങ്ങിപ്പോയി. അവൾ ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. അവൾ പറഞ്ഞു, അയ്യോ, ഞാൻ കാരണം അവിടുത്തെ ബ്രാഹ്മണ്യം നശിച്ചിരിക്കുന്നു. അതിനാൽ എന്നെ അവിടുന്ന് ഇവിടെ തന്നെ ഉപേക്ഷിച്ചാലും. എന്നാൽ വരരുചി പറഞ്ഞു, ഇല്ല, ഇന്ന് നീ എനിക്ക് എൻ്റെ ഭാര്യയാണ്. നിന്നെ ഉപേക്ഷിക്കുവാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. പക്ഷേ ഇനി നമുക്ക് സ്വദേശത്തേക്കോ കൊട്ടാരത്തിലേക്കോ തിരികെ പോകുവാനും കഴിയുകയില്ല. ആയതിനാൽ നമ്മുടെ യാത്ര തുടരുക തന്നെ ചെയ്യണം. അങ്ങനെ നേരം പുലർന്നു. അവർ യാത്ര ചെയ്ത് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചേർന്നു. ഗർഭിണിയായിരുന്ന പഞ്ചമിക്ക് യാത്രാമധ്യേ പ്രസവവേദന അനുഭവപ്പെട്ടു. അവർ ഒരു വലിയ പാറയുടെ മറവിൽ പ്രസവിച്ചു. പഞ്ചമി പ്രസവിച്ച വിവരമറിഞ്ഞ വരരുചി ഉറക്കെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? ഇത് കേട്ട പഞ്ചമി പറഞ്ഞു, ഉണ്ട്, കുഞ്ഞിന് വായുണ്ട്, കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ വരരുചി പറഞ്ഞു, വായ് കൊടുത്ത ദൈവം കുഞ്ഞിനിരയും കൊടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് നമ്മോട് കൂടെ വരണമെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കേട്ട പഞ്ചമിക്ക് സഹിക്കാൻ കഴിയാത്ത തരം ദുഃഖമുണ്ടായി. നിവർത്തിയില്ലാതെ താൻ പ്രസവിച്ച കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പഞ്ചമി വരരുചിയോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ പഞ്ചമി വീണ്ടും വീണ്ടും പ്രസവിച്ചു. ഓരോ പ്രസവം കഴിയുമ്പോഴും വരരുചി പഞ്ചമിയോട് കുഞ്ഞിന് വായുണ്ടോ എന്നും അതിനുത്തരമായി കുഞ്ഞിന് വായുണ്ട്, കുഞ്ഞ് കരയുന്നുണ്ട് എന്നും പഞ്ചമി പറയും. ഇത് കേട്ടയുടനെ വരരുചി, വായ് കൊടുത്ത ദൈവം കുഞ്ഞിനിരയും കൊടുത്തുകൊള്ളും. ആയതിനാൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കൂടെ പോരുവാനും പറയും. അങ്ങനെ പഞ്ചമി 12ാമതൊരു കുട്ടിയെ കൂടി പ്രസവിച്ചു. എന്നാൽ ഈ കുട്ടിയെ വളർത്തണമെന്ന പഞ്ചമിയുടെ അതിയായ ആഗ്രഹം കാരണം പഞ്ചമി വരരുചിയോടൊരു നുണ പറയാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ പ്രസവം കഴിഞ്ഞ ഉടനെ വരരുചി കുഞ്ഞിന് വായുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കള്ളം പറയണമെന്ന് വിചാരിച്ച പഞ്ചമി അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് വായില്ല. ഇത് കേട്ട വരരുചി പറഞ്ഞു, എങ്കിൽ ശരി, ആ കുഞ്ഞിനെ കൂടെ എടുത്തുകൊള്ളൂ. ഇത് കേട്ട പഞ്ചമി വളരെ സന്തോഷവതിയായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരരുചിയോടൊപ്പം യാത്ര തിരിച്ചു. നേരം പുലർന്നു. എന്നാൽ കുഞ്ഞിന്റെ അനക്കമൊന്നും കാണാതിരുന്ന പഞ്ചമി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കാരണം കുഞ്ഞിന് വായില്ലായിരുന്നു. ഇത് കണ്ട പഞ്ചമി വരരുചിയോട് കുഞ്ഞനങ്ങുന്നില്ല എന്നും കുഞ്ഞിന് ജനിച്ചപ്പോൾ വായുണ്ടായിരുന്നു എന്നും ഈ കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന ആഗ്രഹം മൂലമാണ് താൻ കുഞ്ഞിന് വായില്ല എന്ന് കള്ളം പറഞ്ഞതെന്നും പറഞ്ഞു. പറഞ്ഞത് അറം പറ്റിയതുപോലെയായി. ഇപ്പോൾ ശരിക്കും കുഞ്ഞിന് വായില്ല, കുഞ്ഞ് മരിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞ പഞ്ചമിയെ വരരുചി ആശ്വസിപ്പിച്ചു.
അങ്ങനെ ഇരുവരും ചേർന്ന് കുഞ്ഞിന്റെ മൃതദേഹം അടുത്തുള്ള കുന്നിൻ മുകളിൽ മറവ് ചെയ്തു. മറവ് ചെയ്തതിനു ശേഷം വരരുചി പറഞ്ഞു, ഇവൻ ദൈവിക തേജസ് ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ഇവൻ ഭാവിയിൽ വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ പഞ്ചമി പ്രസവിച്ച എല്ലാ കുട്ടികളെയും സമൂഹത്തിലെ വിവിധ ജാതിയിൽപ്പെട്ട വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ എടുത്തു വളർത്തി. മൂത്ത കുട്ടിയെ എടുത്തു വളർത്തിയത് പ്രസിദ്ധിയാർന്ന മേഴത്തോൾ ഇല്ലത്തുള്ളവർ ആയിരുന്നു. അങ്ങനെ ആ കുട്ടി പിന്നീട് മേഴത്തോൾ അഗ്നിഹോത്രി എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നു. രണ്ടാമൻ രചകൻ. അലക്കുകാരനാണ് ആ കുട്ടിയെ വളർത്തിയത്. അങ്ങനെ അവൻ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കുന്ന ഒരു അലക്കുകാരനായി മാറി. മൂന്നാമനെ എടുത്തു വളർത്തിയത് ഒരു മരപ്പണിക്കാരനായിരുന്നു. തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധനായിരുന്ന ആ കുട്ടി പിന്നീട് ഉളിയന്നൂർ തച്ചൻ എന്ന പേരിലും പെരുന്തച്ചൻ എന്ന പേരിലും പ്രസിദ്ധനായിത്തീർന്നു. നാലാമൻ വള്ളോൻ. അദ്ദേഹത്തെ വളർത്തിയത് വള്ളക്കാരനായ കാട്ടുമാടനായിരുന്നു. പക്ഷേ വള്ളുവന് അസാധ്യ പാണ്ഡിത്യമുണ്ടായിരുന്നു. തമിഴ് ഭാഷയിലെ സാഹിത്യശ്രേഷ്ഠനും ദ്രാവിഡ വേദത്തിന്റെ കർത്താവുമായ തിരുവള്ളുവർ പന്തിരുകുലത്തിലെ വള്ളോനാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അഞ്ചാമൻ നാറാണത്തു ഭ്രാന്തൻ. കുന്നിൻ മുകളിലേക്ക് ആയാസപ്പെട്ടുരുട്ടിക്കയറ്റിയ വലിയ പാറക്കല്ലുകൾ താഴേക്കുന്തിയിട്ട് അത് പൊട്ടിത്തകരുന്നത് നോക്കി കൈകൾ കൊട്ടി ആർത്തി ചിരിക്കുന്നതായിരുന്നു അത്രേ നാറാണത്ത് ഭ്രാന്തന്റെ മുഖ്യ വിനോദം. കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത്. പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാറാണമംഗലത്ത് മനയിലാണ് അദ്ദേഹം വളർന്നതെന്നാണ് പറയപ്പെടുന്നത്. ആറാമൻ ഉപ്പുകൊറ്റൻ. വരരുചിയുടെയും പഞ്ചമിയുടെയും യാത്രയിൽ പൊന്നാനിയിൽ വച്ചാണ് ഉപ്പുകൊറ്റൻ ജനിച്ചത്. ഉപ്പുവൽപ്പനയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണ് അദ്ദേഹത്തെ വളർത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ഏഴാമൻ വടുതല നായർ. ആയോധനകലയിൽ വളരെ പ്രാവീണ്യമുള്ള ആളായിരുന്നുവെന്നും നാട്ടിലെ പ്രതാപശാലിയായ ജന്മിയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ തൃത്താലയിലുള്ള കുണ്ടോളി നായർ തറവാട്ടിലുള്ളവരാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയതെന്നുമാണ് ഐതിഹ്യം. എട്ടാമൻ ഉടുക്കുകൊട്ടിക്കൊണ്ട് പഴമയുടെ പാട്ടുകളെല്ലാം പാടി നാടുകൾ തോറും സഞ്ചരിക്കുന്ന ആളായിരുന്നു അത്രേ. ഇദ്ദേഹത്തെ വളർത്തിയത് ഒരു പാണനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പാണനാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒൻപതാമൻ പാക്കനാർ. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് പറയജാതിയിൽ ഉള്ളവരായിരുന്നു. പായ് നെയ്തും മുറങ്ങൾ വിറ്റുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിത രീതി. പത്താമൻ അകവൂർ ചാത്തൻ. സത്യത്തെ മുറുകെ പിടിക്കുന്ന ചാത്തൻ അകവൂർ നമ്പൂതിരിപ്പാട്ടിലെ ഭൃത്യനായി ആ മനക്കലാണ് താമസിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം. 11ാമത്തെ കുട്ടി ഒരു സ്ത്രീയായിരുന്നു, കാരക്കലമ്മ. അവർ വളരെ സുന്ദരിയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വെള്ളപ്പാറ സ്വരൂപമെന്ന രാജവംശമാണ് വരരുചിയുടെയും പഞ്ചമിയുടെയും ഏകമകളായ കാരക്കലമ്മയെ എടുത്തു വളർത്തിയതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ പറയിപ്പെറ്റ പന്തിരുകുലം എന്ന ഈ ഐതിഹ്യ കഥയിലൂടെ പകർന്നു നൽകുന്നത് എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തരമായ സന്ദേശം കൂടിയാണ്.